ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിച്ച കേന്ദ്രീയ വിദ്യാലയം സ്ഥാപിക്കുന്നത് തൊടുപുഴയിൽ. വിദ്യാലയത്തിനായി 8 ഏക്കർ സ്ഥലമാണ് നിലവിൽ തൊടുപുഴയ്ക്കടുത്ത മ്രാലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. നിർദ്ദിഷ്ട സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുൻപുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. രാജ്യാന്തര നിലവാരത്തിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള കെട്ടിടമാണ് ഇവിടെ നിർമ്മിക്കുക. കേന്ദ്ര സർക്കാർ വിദ്യാലയം അനുവദിച്ചത് ചലഞ്ച് മെത്തേഡ് പോളിസിയിൽ ഉൾപ്പെടുത്തിയാണ്. ഒരു ഡിവിഷനിൽ 32 സീറ്റുകളാണ് അനുവദിച്ചിരിക്കുന്നത്. നിലവിലെ മാനദണ്ഡങ്ങൾ പ്രകാരം 63 തസ്തികകൾ ഉണ്ടായിരിക്കും. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതുവരെ തൊടുപുഴ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ താൽക്കാലിക സംവിധാനത്തിലായിരിക്കും വിദ്യാലയം പ്രവർത്തിക്കുക. കേന്ദ്ര സർക്കാർ അനുവദിച്ച 85 വിദ്യാലയങ്ങളിൽ കേരളത്തിലെ ഏക കേന്ദ്രീയ വിദ്യാലയം തൊടുപുഴയിലാണ്. അനുദിനം നാണ്യവിളകൾക്ക് വിലത്തകർച്ച നേരിടുമ്പോഴും പാനീയ വിളയായ കാപ്പിക്ക് വില ഉയരുന്നത് കർഷകർക്ക് ആശ്വാസമാകുന്നു. മലയോര മേഖലയിൽ കാപ്പിക്കുരു വിളവെടുപ്പ് ആരംഭിച്ച സമയത്താണ് വിലയിലുള്ള കുതിപ്പ്. ഈ വർഷാരംഭത്തോടെ തന്നെ കാപ്പിക്കുരു വില 120-ലെത്തിയിരുന്നു. നിലവിൽ തൊണ്ടുൾപ്പെടെ 250 രൂപ വരെ വില ലഭിക്കുന്നുണ്ട്. കാപ്പിപ്പരിപ്പിന് 385 മുതൽ 400 രൂപ വരെയാണ് വിപണിയിൽ വില. കേരളത്തിന് പുറമെ ബ്രസീൽ, ഇന്തോനേഷ്യ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലെ ഉൽപാദനക്കുറവും ആഭ്യന്തര വിദേശ വിപണികളിൽ ആവശ്യക്കാരേറിയതുമാണ് കാപ്പിവില റെക്കോർഡിലെത്തിയതിന് പിന്നിലെന്ന് വ്യാപാരികൾ പറഞ്ഞു. വിളവെടുപ്പ് ആരംഭിച്ച ഘട്ടമായതിനാൽ വിപണിയിലേക്ക് കാപ്പിക്കുരു എത്തിത്തുടങ്ങുന്നതേയുള്ളൂ. കാപ്പിവില റെക്കോർഡിലെത്തിയെങ്കിലും ഉൽപാദനം കുറവായതിനാൽ നേട്ടം ഉണ്ടാക്കാനാവാത്ത സ്ഥിതിയും കർഷകർക്കുണ്ട്. ഇതിനിടെ കാപ്പിപ്പൊടിക്കും വില വർദ്ധിച്ചു. കിലോയ്ക്ക് 250 രൂപയായിരുന്ന കാപ്പിപ്പൊടിയുടെ വില നിലവിൽ 700 രൂപയിൽ എത്തി നിൽക്കുകയാണ്. വില ഇനിയും ഉയരുമെന്നാണ് വിപണി വൃത്തങ്ങൾ നൽകുന്ന സൂചന. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി മൂന്നാറിലും പരിസരങ്ങളിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ മൂന്നാറിൽ ക്രിസ്തുമസ് പുതുവത്സര സീസണായപ്പോൾ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ മാസം 20 മുതൽ ജനുവരി ആദ്യവാരം വരെ മിക്ക ഹോട്ടലുകളിലെയും റിസോർട്ടുകളിലെയും മുറികൾ ഇതിനോടകം സഞ്ചാരികൾ ബുക്ക് ചെയ്തു കഴിഞ്ഞു. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിവാഹ സീസണായതിനാൽ ഹണിമൂൺ ആഘോഷത്തിനായും നിരവധി ആളുകൾ മൂന്നാറിലേക്ക് എത്തും. ക്രിസ്തുമസ് പുതുവത്സര രാവുകളിൽ ബുഫേ ഡിന്നറുകളും DJ ഉൾപ്പെടെയുള്ള സംഗീത പരിപാടികളുമായി ഹോട്ടലുകളും റിസോർട്ടുകളും സജീവമാണ്. സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ വലിയ പ്രതീക്ഷയിലാണ് ടൂറിസം മേഖലയിലെ വ്യാപാരികളും തൊഴിലാളികളും. ഇനി ഞാൻ ഒഴുകട്ടെ ക്യാമ്പയിനിന്റെ ഭാഗമായി ഇടുക്കിയിൽ 2019 ആരംഭിച്ച 1ാം ഘട്ട പ്രവർത്തനത്തിൽ വിവിധ പഞ്ചായത്തുകളിലായി 123 കിലോമീറ്ററും 2020 ആരംഭിച്ച 2ാം ഘട്ട പ്രവർത്തനങ്ങളിൽ 498.49 കിലോമീറ്ററും നീളത്തിൽ നീർച്ചാലുകൾ വീണ്ടെടുത്തു. 3ാം ഘട്ട പ്രവർത്തനങ്ങൾ ഡിസംബർ 2 തുടങ്ങി. ജനകീയമായി നടത്തുന്ന പ്രവർത്തനത്തിൽ രാഷ്ട്രീയ യുവജന സംഘടനകൾ, സന്നദ്ധ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവരുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹകരണവും ലഭ്യമാക്കി. ജലസ്രോതസ്സുകളിലെ ജലത്തിൻ്റെയും ഭൂജലത്തിൻ്റെയും ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ ക്യാമ്പയിൻ വലിയ രീതിയിൽ സഹായിച്ചതായി അധികൃതർ പറഞ്ഞു. സംസ്ഥാനത്തെ നീർച്ചാലുകൾ ജനകീയമായി ശുചീകരിച്ച് പുനരുജ്ജീവിപ്പിക്കാൻ 2019 ഹരിത കേരളം മിഷൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ നടത്തിയ ശ്രദ്ധേയമായ ക്യാമ്പയിനാണ് ഇനി ഞാൻ ഒഴുകട്ടെ. തണുപ്പ് കാലം ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. 35 വർഷമായി അടിമാലി മച്ചിപ്പ്ളാവ് മേഖലയിൽ ഈറ്റ നെയ്ത്ത് തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾക്കും സഞ്ചാരികളുടെ ഈ തിരക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ പരമ്പരാഗത ഈറ്റ നെയ്ത്ത് തൊഴിലാളികളാണിവർ. ആദ്യകാലത്ത് 100-ലധികം കുടുംബങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. മഴക്കാലം ആരംഭിച്ചത് മുതൽ കച്ചവടം കുറഞ്ഞതോടെ കുടുംബങ്ങൾ പ്രതിസന്ധിയിലായിരുന്നു. കുട്ടയും മുറവും മുതൽ വിവിധ അലങ്കാര വസ്തുക്കൾ വരെ ഇവർ ഈറ്റയിൽ മനോഹരമായി നെയ്തെടുക്കും. സഞ്ചാരികൾ കൂടുതലായി എത്തുന്നതോടെ മെച്ചപ്പെട്ട കച്ചവടം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബങ്ങൾ കഴിയുന്നത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.